എന്തിനാ ഉള്ള മറ്റുള്ള പ്രയാസമൊക്കെ സഹിച്ച് വാദമൊക്കെ സമർത്ഥിക്കണത്? അത് അള്ളയില്ലാത്തൊരു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ, അള്ളയില്ലാത്തൊരു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കാൻ ഈ പ്രയാസം മുഴുവൻ, ഈ കഷ്ടപ്പാട് മുഴുവൻ. എന്നിട്ടെന്താ ഗുണം? കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് വലിയ രൂപത്തിൽ പുസ്തകം എഴുതി, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തൗഹീദ് മുഴുവൻ തെറ്റിദ്ധാരണ പരത്താതിനകത്ത്. ആ ഉമർ മൗലയുടെ സൽസബിയിൽ പോലും വെട്ടിമുറിച്ചും കഷ്ടം വെച്ചും അതിനെടുത്തു തിരിച്ചിട്ടുണ്ട്. സൽസബിയിൽ പോലും കൃത്രിമം കാട്ടി അതിലെടുത്തു തിരിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാന്റെ ആയത്തൊക്കെ പറയണോ? മലയാളത്തിലെ ബുക്ക് വരെ കൃത്രിമം കാട്ടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ. തൗഹീദ് വലിയ പുസ്തകമൊക്കെ എഴുതി, അതിനുവേണ്ടി അതിന്റെ പ്രസാദ് വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അവിടെ വന്ന ഒരു സുഹൃത്തിന് സംശയം തോന്നി, അല്ല ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് പുസ്തകമൊക്കെ എഴുതിയല്ലോ, ഇത്രയും വലിയ കഷ്ടപ്പെട്ടൊരു പ്രസംഗമൊക്കെ നടത്തിയല്ലോ, എന്താണിത് ഇയാൾ പറയുന്ന കാര്യം സ്വീകരിച്ചാൽ കിട്ടുക? അതറിയണല്ലോ, എന്താ അതുകൊണ്ടുള്ള നേട്ടം? അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ എണീറ്റ് ചോദിച്ചു, അല്ല ഉസ്താദ്, എന്താണ് ഇതിന്റെ ഹുക്കുമ്? ഈ ഇസ്തിഹാസ വേണം, ഇസ്തിഹാസ ചെയ്യണം എന്നൊക്കെ പറയണ്ടല്ലോ, മൗലൂദും റാത്തീബൊക്കെ ഓതണം, അതിനകത്തൊക്കെ ഇസ്തിഹാസ ഉണ്ട്, ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ ഇത്, എന്താ അതിന്റെ ഹുക്കുമ്? ഇയാളോട് ചോദിച്ചു. അത് കേട്ടോളൂ അയാൾ പറയുന്ന ഉത്തരം. ചോദ്യം: ഇസ്തിഹാസയുടെ ശർഈയായ ഹുക്കുമ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. കണ്ടോ? അനുവദിക്കപ്പെട്ട കാര്യമാണ്, അനുവാദമുള്ള ജായിസായ കാര്യം എന്നാണ് അയാൾ അറബി പറഞ്ഞത്. ജായിസ് എന്താ സഹോദരങ്ങളെ? മദ്രസ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 ഹുക്കുമുകളുണ്ട് അല്ലേ? ആ 5 ഹുക്കുമിൽ ഒന്നാണ് ജായിസ്. ജായിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫർള്, സുന്നത്ത്, മുബാഹ്, ആ രൂപത്തിൽ എണ്ണിപ്പറയുന്ന ഹുക്കുമുകളിൽ ജായിസ് എന്ന് പറയുന്ന ഹുക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ വിശദീകരണം? ചെയ്താൽ കൂലിയില്ല, ചെയ്തില്ല ശിക്ഷയില്ല. ചെയ്താൽ കൂലിയില്ല, ചെയ്തില്ല ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിച്ചോണ്ട് കൂലി കിട്ടോ? ഇല്ല. ബിരിയാണി കഴിക്കാൻ ശിക്ഷ കിട്ടോ? അതുമില്ല. അപ്പൊ ചെയ്താലും ചെയ്തില്ലേലും ഒരു പ്രശ്നമില്ല. അനുവദന. എന്റെ വസ്ത്രം ഇസ്തിരി ഇടാതിരിക്കാം, ഒരു പ്രശ്നമില്ല. എനിക്ക് സൈക്കിളിൽ പോവാതിരിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോ സഹോദരങ്ങളെ, ചെയ്താൽ പ്രശ്നമില്ല, ചെയ്തില്ലേ ശിക്ഷയില്ല, അനുവദനീയം. അതാണ് അനുവദനീയം എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ കേസ് എന്നാണ്. അപ്പൊ ഒരു പുണ്യം കിട്ടാനില്ല. ഒരു ബിരിയാണി എന്ന പോലെ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ച പോലെ, അതുപോലെ ഒന്ന് നടന്നതുപോലെ, ആ രൂപത്തിൽ അനുവദനീയമായ കാര്യമാണ് ഒരു പുണ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു മൂല്യാരോടാണല്ലോ ഉത്തരം പറഞ്ഞത്. മൂല്യാർക്ക് എളുപ്പം മനസ്സിലായി. ജായിസ് എന്ന് പറഞ്ഞ ഒരു പുണ്യമില്ലാത്ത കാര്യമാണ് എന്ന് മൂല്യാർക്ക് മനസ്സിലായി. അപ്പൊ മൂല്യാർ ചാടിയിട്ട് ചോദിച്ചു, അല്ലോ ഉസ്താദേ, അപ്പോൾ പുണ്യമില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ ചെയ്യാതിരിക്കുക, അങ്ങനെ വരുമ്പോഴാണല്ലോ, അതിനാണല്ലോ ഈ ജായിസ് എന്ന് പറയാ. അപ്പൊ ഇത് ചെയ്ത ഒരു പുണ്യം ഇല്ല എന്നാണോ ഉസ്താദ് പറയുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു, അതെ, ഒരു പുണ്യമില്ല. കേട്ടോളൂ അത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. കണ്ടോ? പുണ്യം കിട്ടൂല എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇത്ര പാട് കഴിക്കണത്? പുണ്യം കിട്ടൂലാതാ, പിന്നെ എന്താ ഇത്ര പാട് കഴിക്കണത്? ഒരു പുണ്യം ഇല്ലാതെ വെറുതെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പാട്ടുപാടി നടക്കുക. പുണ്യം കിട്ടാൻ വേണ്ടിയല്ലേ മനുഷ്യന്മാര് ചെയ്യണത്. അപ്പൊ ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനല്ല. ചെയ്യണമെങ്കിൽ ചെയ്യണ്ടെന്നാ. പക്ഷെ മൂപ്പര് പറയുമ്പോ വെപ്രാളത്തിന് രണ്ടും ഒന്നായി പോയി. ചെയ്യണമെങ്കിൽ ചെയ്യാം, ആകെ ഒറ്റപ്പെട്ട. അവസാനമാണ് ചോദിച്ചു, പുണ്യുണ്ടെന്ന് മൂപ്പര് തെറ്റിദ്ധരിച്ചു. മൂപ്പര് പറയണ കേട്ടപ്പോ അതാ മൂപ്പര് എടുത്ത് ചോദിച്ചത്. പുണ്യുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞല്ല, പുണ്യില്ല എന്നാ പറഞ്ഞത്. പുണ്യാന്ന് പറഞ്ഞാൽ കുടുങ്ങും. അപ്പൊ ഒരു പുണ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കണത്. ഇവർ ഈ പുസ്തകങ്ങൾ, 10 കണക്കിന് പുസ്തകങ്ങൾ ഇറക്കണത് ഒരു പുണ്യമില്ലാത്ത കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ സമസ്ത ഉണ്ടാക്കി അതിനു വേണ്ടിയാണല്ലോ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമസ്ത ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, പിരിച്ചു വിട്ടൂടെ മനുഷ്യന്മാരെ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണല്ലോ ഈ സമസ്ത ഉണ്ടാക്കിയത്.
അങ്ങനെയാണ് പറഞ്ഞത് ഒരു പുണ്യമില്ല. അപ്പൊ പിന്നെ ഒരു പുണ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ചെയ്യണത് എന്ന് ചോദിച്ചു മൂപ്പരോട്. ഒരു പുണ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ? അപ്പൊ മൂപ്പര് പറയാണ്, കേട്ടോളൂ മൂപ്പര് പറയുന്നത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. കണ്ടോ? അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാല് ലോക്കൽ KSRTC. ജാറത്തി പോയാലോ, ജാറത്തി പോയി കഴിഞ്ഞാലോ അത് ബെൻസാണ് പൂതി വെച്ച് ഇന്നാ മതി ബെൻസിൽ കയറാൻ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ന്യായം പറയാ, അള്ളല്ലാത്തോട് പ്രാർത്ഥിച്ചാല് ബെൻസിൽ കയറലാണ്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ KSRTC ബസ്. ഞങ്ങൾ ആ KSRTC ബസ്സിൽ പോകോളാം. ഈ രൂപത്തിൽ സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ന്യായങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിന്റെ മുന്നിൽ വശലാകുമ്പോ തട്ടിന്യായങ്ങളും അതുപോലെ തന്നെ വിഡ്ഢിത്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അധപ്പതിപ്പിക്കും.